തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു എൻ്റെ ഫ്രണ്ട് വൃന്ദ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോവാണ്. ഞാൻ രാവിലെ ഒരുങ്ങി കിട്ടിയ ഊബറൊക്കെ വിളിച്ച് അങ്കമാലിയിലായിരുന്നു കല്യാണം, അങ്ങോട്ട് പോയി. അവർ ഓൾറെഡി വണ്ടിയിൽ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നേരം പുറത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ വന്നു. അപ്പോൾ ഇതാണ് ശ്രുതി ചേച്ചി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ശ്വേത ഉണ്ടായിരുന്നു, പിന്നെ അർച്ചന ഉണ്ടായിരുന്നു, പിന്നെ വൃന്ദാപ്പി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനും, സജനയുടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവർ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടിയില്ല, ഞാനങ്ങനെ ഡാൻസ് ഒന്നും കളിക്കില്ല, ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളായിരുന്നു ബ്രൈഡ്സ് മെയ്ഡ്സ്. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി സജനയുടെ കൂടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് ഫോട്ടോ എടുത്ത് മതിയാവാണ്ടിട്ട് പിന്നെയും ആ ക്യാമറമാനെ തുരുത്തി തുരുത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ഞാനവിടെ വെയിലൊക്കെ കൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഇവരൊക്കെ നോക്കി. അപ്പോഴേക്കും നമ്മുടെ അഭയ വന്നിട്ടുണ്ടായിരുന്നു. അവർ മൈൻഡ് ചെയ്യണ്ട, അവരിപ്പോഴും അവിടെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നടക്കുകയാണ്. നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനൊക്കെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയ ഗ്യാപ്പിൽ ക്യാമറമാനെ പൊക്കിക്കൊണ്ട് വന്നതാണ് അവർ. പിന്നെ ഞങ്ങൾ ഇത് ചോറിനാൻ പോയി. അവിടെ ചെന്നപ്പോൾ നെയ്ച്ചോറും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് മറ്റേ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയില്ലേ, അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ നിർത്തി. ഞാനും വൃന്ദയും ശ്രുതി ചേച്ചിയും കൂടി ചോറ് എടുത്ത് നല്ല അങ്കമാലി മാങ്ങാക്കറിയൊക്കെ കൂട്ടി നല്ല മീൻകറി എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ടീംസിന് ആദ്യം ഡാൻസ് കളിച്ച വീഡിയോ നല്ലപോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാർ മൊത്തം പോയി. സ്റ്റേജിലെങ്ങും ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഇരിപ്പുള്ളൂ. എന്നിട്ട് ആ ചേട്ടൻ്റെ കൈയും കാലും പിടിച്ച് സ്റ്റേജിൽ ലൈറ്റ് എടുപ്പിച്ചിട്ട് പിന്നെയും വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് നേരെ ജ്യൂസ് കുടിക്കാം എന്ന് ഓർത്തൊരു കഫ വരെ പോയി. അവിടെ പോയിട്ട് കുറച്ച് നേരം, ഈ മാക്രിയാണ് വണ്ടി ഓടിക്കുന്നത്, ഭാഗ്യത്തിനൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാളുകൂടിയാണ് ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഊബറൊക്കെ വിളിച്ചിട്ട് എൻ്റെ ഊബർ വരുന്നവരെ ഒരു വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഊബറൊക്കെ കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയുള്ളൂ.